ഹായ് എവ്രി വൺ. ഇങ്ക്ബ്ലോട്ട് നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ ആ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് 5 പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഡിസംബർ 2020 മുതൽ ജൂൺ 2024 ഈ ഒരു കാലയളവിൽ വരുന്ന 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസംബർ 2020, ദെൻ ഡിസംബർ 2022, ജൂൺ 2023, ദെൻ ഡിസംബർ 2023, ദെൻ ജൂൺ 2024. ഇത്രയും 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഏത് ടോപ്പിക്കുകളൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോട്ട് ചെയ്യാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിലൂടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ഏകദേശം ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം, ടോപ്പിക്കിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് നോക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, 11ഓളം റിപ്പീറ്റഡ് ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു ടോപ്പിക്കുകൾ ഏതൊക്കെ 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ്, റിപ്പീറ്റഡ് ടോപ്പിക്കുകളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഒരു 11 പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് നോക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഏതൊക്കെയാണ്, ഓബ്സ്റ്റക്കിൾസ് ഏതൊക്കെയാണ്, തടസ്സങ്ങൾ ഏതാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേഷനെ 2 ആക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, ബേസിക്കലി വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതിൽ പലപ്പോഴും ചോദിക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എവിടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണാറില്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് സാധാരണ ചോദിക്കാറുള്ളത് അല്ലേ. അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചൂടാ. ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലേ, മറ്റൊരു ടോപ്പിക്കാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ, എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ റൂൾസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പം ടോപ്പിക് നോട്ട് ചെയ്ത് വെച്ചൂടാ, ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ മെജോറിറ്റി ടോപ്പിക്കുകളും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു LMS വെബ്സൈറ്റിൻ്റെ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് കോഴ്സിനെയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്കും ആ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാവുന്നതാണ്. ഓക്കെ, ഫോർത്ത് ടോപ്പിക്കാണ് ഹോമോഫോൺസ് ആൻഡ് ഹോമോഗ്രാഫ്സ് ഓർ ഹോമോനീംസ് അല്ലേ. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ആണ് ഈ പറയുന്ന ഹോമോഫോൺസും ഹോമോഗ്രാഫ്സും ഹോമോനീംസും ഒക്കെ. അപ്പം അത് ബാരിയേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷേ ഈ ഒരു ടോപ്പിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. മറ്റൊരു ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫിഫ്ത്ത് വൺ, ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് ടോപ്പിക്കാണ്. ഇതിൽ നമ്പറിങ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. സിക്സ്ത് ടോപ്പിക്കാണ് ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് അല്ലേ. അപ്പം സാധാരണ ചോദിച്ച് വരാറുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഫോർമൽ ലെറ്റർ അല്ലേ. അപ്പം നമുക്ക് കാണാം 2 ടൈപ്പ് ലെറ്ററാണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. പക്ഷേ ഈ ഒരു BEGAE 182 റെഗുലറായിട്ട് ചോദിച്ചു വരുന്നത് ഫോർമൽ ലെറ്ററാണ്. അതും ജോബ് ആക്സെപ്റ്റൻസ് ലെറ്ററോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ലെറ്ററോ ഈ രൂപത്തിൽ എഡിറ്റർ അല്ലെ, ന്യൂസ് പേപ്പർ എഡിറ്റർക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആയിരിക്കും സാധാരണ ഫോർമൽ ലെറ്റേഴ്സ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഫോർമൽ ലെറ്റേഴ്സിൻ്റെ
സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ എലമെൻറ്റ്സ് അതിൻ്റെ പാർട്ടുകളൊക്കെ നോക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്നാണ് കോൺവെർസേഷൻ വേഴ്സസ് അതർ സ്പീച്ച് ഇവൻറ്റ്സ് അല്ലേ. ഈ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന കോൺവെർസേഷൻ ആൻഡ് അതർ സ്പീച്ച് ഇവൻറ്റ്സ് അല്ലേ. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, ഡിഫറൻസ് ആണ് ചോദിക്കാറുള്ളത്. കോൺവെർസേഷനും അതർ സ്പീച്ച് ഇവൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. മറ്റൊരു ടോപ്പിക്കാണ് വിഷ്വൽ എയ്ഡ്സ് ഇൻ പ്രസൻറ്റേഷൻ അല്ലേ. ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള വിഷ്വൽ എയ്ഡ്സ് ഇൻ പ്രസൻറ്റേഷൻസ്. മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പലതവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മറ്റൊന്നാണ് ഫോംസ് ഓഫ് ഡിസ്കോഴ്സസ് അല്ലേ. ഏതൊക്കെയാണ് 4 തരത്തിൽ വരുന്ന ഫോംസ് ഓഫ് ഡിസ്കോഴ്സുകൾ നോട്ട് ചെയ്ത് വെച്ചുള്ള. 11ാമത്തെ ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ ഓർ ഇൻ്റർപ്രറ്റീവ് റീഡിങ്. അപ്പം ഇതും നോട്ട് ചെയ്ത് വെച്ചുള്ള. അപ്പം ഇവിടെ 11ഓളം റിപ്പീറ്റഡ് ടോപ്പിക്കുകളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് 1 by 1 ആയിട്ട് 2ാമത്തെ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വാട്ട് ആർ ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, ഹൗ ക്യാൻ ദേ റിമൂവ്ഡ്? ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ സെയിം ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ 3 ബ്രോഡ് കാറ്റഗറീസ് അണ്ടർ വിച്ച് സച്ച് ബാരിയേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് അല്ലേ. അപ്പം ഇവിടെ കാണാൻ സാധിക്കും ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ. അതിന് ശേഷമായിരിക്കും എവിടേക്ക് നിങ്ങൾ പോകേണ്ടത്, ബാരിയേഴ്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ബാരിയേഴ്സിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കേണ്ടത് അല്ലേ. ബാരിയേഴ്സ് മീൻസ് ഓബ്സ്റ്റക്കിളാണ്, തടസ്സങ്ങളാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ടോപ്പിക്കാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ഉപയോഗിക്കാതെ സിഗ്നലുകൾ, സൈനുകൾ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നോൺ വെർബൽ അല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് വേർഡ്സ് അല്ലേ. വിത്തൗട്ട് യൂസിങ് വേർഡ്സ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പം അത് ആദ്യം എന്ത് ചെയ്ത് വെച്ചോളാം, നിങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, യു ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് എപ്പം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫെബ്രുവരി 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിസംബർ 2022 സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വാട്ട് ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മറ്റൊരു ടോപ്പിക്കാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പം ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷനിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഒന്ന് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരാൻ സാധിക്കും. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിസംബർ 2022. വാട്ട് ആർ ദി റൂൾസ് ടു ബി ഫോളോഡ് ടു മേക്ക് എ ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ, ജൂൺ 2023. എസെൻഷ്യൽസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ജൂൺ 2024 അല്ലേ. അപ്പം ഇതുപോലെ തന്നെ ചിലപ്പം പ്രാക്ടിക്കൽ അല്ലേ, പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് അല്ലേ. 5 പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3-4 ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ ആ ഒരു ടോപ്പിക്കിൽ ഗ്രൂപ്പ് ഡിസ്കഷന് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ചും എങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യണം, എത്ര മെമ്പേഴ്സ് വേണം, മെമ്പേഴ്സിന് ഏതൊക്കെ ഡ്യൂട്ടിയാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിത്ത് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളത് സെയിം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, 4th വണ്ണാണ് ഹോമോഫോൺസ് ആൻഡ് ഹോമോഗ്രാഫ്സ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ്, ഗിവ് എക്സാമ്പിൾസ് ഓഫ് ബോത്ത്. അപ്പം ഈ ഹോമോഫോൺസും ഹോമോഗ്രാഫും ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. കമ്മ്യൂണിക്കേഷന് ഒരു ഓബ്സ്റ്റക്കിളായിട്ട്, തടസ്സമായിട്ടാണ് ഇതിനെ രണ്ടിനെയും ഈ ഒരു നിങ്ങളുടെ ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ആർ ഹോമോനെയിംസ് ആൻഡ് ഹോമോഫോൺസ്, ഗിവ് എക്സാമ്പിൾസ് ഓഫ് ബോത്ത്, ജൂൺ 2023. മറ്റൊന്നാണ് ഹോമോഫോൺസ് ആൻഡ് വേർഡ് ഷിഫ്റ്റ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു ടോപ്പിക്ക് പല തവണകളായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏതെങ്കിലും ഹോമോഫോൺസോ ഹോമോഗ്രാഫോ ഹോമോനെയിംസോ ഏതെങ്കിലും എന്ത് ചെയ്യാറുണ്ട്,
ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും രൂപത്തിൽ ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊന്നാണ് ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലേ? ഓക്കെ, നോക്കി നിങ്ങൾ എന്താണ്, വാട്ട് ആർ ദി 4 ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, എക്സ്പ്ലെയിൻ ഈച്ച് ബ്രീഫ്ലി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ അല്ലേ? അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള 4 ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതിനുശേഷമാണ് 4 ലെവലൊക്കെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഗുഡ് റീഡേഴ്സ് ഓപ്പറേറ്റ് അറ്റ് 4 ഇന്റർ റിലേറ്റഡ് ലെവൽസ് ഓഫ് മീനിങ്. വാട്ട് ആർ ദി 4 ലെവൽസ് ഓഫ് മീനിങ്? ജൂൺ 2023 സെയിം ക്വസ്റ്റ്യൻ ആണ്, വേർഡിങ്സ് മാത്രമാണ് വ്യത്യാസമുള്ളത്, സെൻറ്റൻസ് മാത്രമാണ് ചോദിച്ചത്, സെയിം ആണ്. ഓക്കെ, ഈ 4 ലെവൽസ് ഓഫ് റീഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദി 4 ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിസംബർ 2023 അല്ലേ? ഒരു 3 വർഷം ചോദിച്ചിട്ടുള്ളത്, 3 ടേമിൻ്റെ എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ളത് 4 ലെവൽസ് ഓഫ് മീനിങ് റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മറ്റൊന്നാണ് ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് അല്ലേ? ഒരുപാട് അല്ലെങ്കിൽ മെജോറിറ്റി 80% ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫോർമൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫെബ്രുവരി 2021 ഡിസംബർ 2022 ജൂൺ 2023 ഡിസംബർ 2023 ഈ പറയുന്ന ടേമുകളിലെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ടോപ്പിക്കാണ് ഫോർമൽ ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. റൈറ്റ് എ ലെറ്റർ ടു എഡിറ്റർ കംപ്ലൈനിങ് അബൌട്ട് ദ ഇലക്ട്രിസിറ്റി ബ്രേക്ക് ഡൗൺ ജൂൺ 2024 അല്ലെ? ജൂൺ 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എഡിറ്റർക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അല്ലേ? എന്തിനെ കുറിച്ചാണ്? ബൈ കംപ്ലൈനിങ് അബൌട്ട് ഇലക്ട്രിസിറ്റി ഫെയിലിയർ. ഇലക്ട്രിസിറ്റി ഫെയിലിയറിനെ കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർമൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, കമ്പണൻസ് ഏതൊക്കെയാണ്, ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജൂൺ 2024 കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ വേഴ്സസ് സ്പീച്ച് ഇവൻറ്റ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺവെർസേഷൻ, ഹൗ ഈസ് എ കോൺവെർസേഷൻ ഡിഫറെൻറ്റ് ഫ്രം അതർ സ്പീച്ച് ഇവൻറ്റ്സ് അല്ലേ? അപ്പം ചോദിക്കുന്നത് എന്താണ് കോൺവെർസേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കോൺവെർസേഷൻ മറ്റ് സ്പീച്ച് ഇവൻറ്റ്സിൽ നിന്നും വ്യത്യാസപ്പെടുന്നത്. അതർ സ്പീച്ച് ഇവൻറ്റ്സിന് എക്സാമ്പിളാണ് ലെക്ചർ അല്ലെ, ക്ലാസ് റൂം അല്ലെ, ടീച്ചിങ്. ഇതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന അതർ സ്പീച്ച് ഇവൻറ്റിന് എക്സാമ്പിളാണ്. അപ്പം അത് തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതാണ് ചോദിക്കുന്നത്. ഹൗ ഈസ് കോൺവെർസേഷൻ ഡിഫറെൻറ്റ് ഫ്രം അതർ സ്പീച്ച് ഇവൻറ്റ്? ഡിസംബർ 2023 സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്ക് ശ്രദ്ധിക്കാം. വിഷ്വൽ എയ്ഡ്സ് ഇൻ പ്രസൻറ്റേഷൻ അല്ലെ? പ്രസൻറ്റേഷൻ ടോപ്പിക്കിൽ നിന്ന് വിഷ്വൽ എയ്ഡ് പലപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വിഷ്വൽ എയ്ഡ്സ് ഇൻ പ്രസൻറ്റേഷൻ? ജൂൺ 2023. Explain how visual aid can be used to make presentation more effective. Support your answer with example. അപ്പം ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. 9th one, macro functions of communication. What are the various macro functions of communication? ഡിസംബർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. What are the macro functions of communication? അപ്പം ശ്രദ്ധിച്ചോളുക, ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുന്നതിലൊരു പ്രധാനപ്പെട്ട റോൾ നിങ്ങൾ എങ്ങനെ എക്സാം എഴുതുന്നു എന്നുള്ളതാണ് അല്ലേ? പല ആളുകളും ഒരുപാട് പഠിക്കാറുണ്ട്, പക്ഷേ ആ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സാമിൽ വേണ്ട രൂപത്തിൽ എഴുതി ഉപയോഗപ്പെടുത്താൻ പറ്റാറില്ല അല്ലേ? അപ്പം അതാണ് പറയുന്നത്, ഏത് ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പല വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, ആദ്യം നിങ്ങളതിലേക്ക് ഈ ടോപ്പിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഇവിടെ കാണാം മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷനാണ് കീ ടോപ്പിക്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടായിരിക്കണം എവിടേക്ക് പോകുന്നത് നിങ്ങൾ മാക്രോ ഫങ്ഷൻസിനെ കുറിച്ച് എഴുതേണ്ടത്. ഓക്കെ, അല്ല നേരിട്ട് മാക്രോ ഫങ്ഷൻസ് ഡയറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകരുത്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്കും വേണ്ട രൂപത്തിൽ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വൺ, ഫോംസ് ഓഫ് ഡിസ്കോഴ്സ്. ഈ ഒരു നോട്ട് ചെയ്ത് വെച്ചോളാം. ഡിസ്ക്രൈബ് ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ, ദ 4 ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സസ് അല്ലേ? അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നെറേറ്റീവ് ഡിസ്കോഴ്സ്,
എക്സ്പോസിറ്ററി ഡിസ്കോഴ്സ്, ഓഗ്യുമെൻറ്റേറ്റീവ് ഡിസ്കോഴ്സിൽ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് 4 ബേസിക് ഫോംസ് ആക്കിയിട്ട് ഡിസ്കോഴ്സിനെ മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പം ആ ഒരു 4 ഫോംസിനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാണ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോംസ് ഓഫ് ഡിസ്കോഴ്സ് ചോദിച്ചത് ജൂൺ 2024 സെയിം ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഫോംസ് ഓഫ് ഡിസ്കോഴ്സും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഡിസ്കോഴ്സ്. അതിനുശേഷമായിരിക്കണം എവിടേക്ക് മൂവ് ചെയ്യേണ്ടത്. ദെൻ യു ക്യാൻ മൂവ് ഫോർ ബേസിക് ഫോംസ് ഓഫ് ഡിസ്കോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ഫൈനൽ question, final topic and questions, critical and interpretive reading. Explain interpretive reading with example. December 2022 വന്നിട്ടുള്ളതാണ്. What do you understand by the critical reading? June 2023. അപ്പം ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ പരിഗണിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഇനി വീഡിയോസ് നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്തതാണ്. അപ്പം അതിലെന്തെങ്കിലും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി വീഡിയോ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മളിനി ഉദ്ദേശിക്കുന്നത് നമ്മൾ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് നമ്മളൊരു ബ്രീഫ് ഡിസ്കഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എക്സാമിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു 1 വീക്ക് മുമ്പേ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ 7:30 ഈവനിങ് 7:30 ശേഷം ലൈവ് സ്ട്രീമിംഗ് വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ആ ഒരു ക്ലാസ്സിന് വേണ്ടി അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി നിങ്ങളെല്ലാ ആശംസകളും വിശ്വസും ഞാൻ നേരുകയാണ്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി, നമ്മുടെ 2 വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം തന്നെ നമ്മളുടെ അടുത്ത് ഒരുമിച്ച് വളരെ കൺവീനിയൻ്റ് ആയ രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.